ഹായ്. അപ്പം നമുക്കും ഒത്തിരി നമുക്കെല്ലാവർക്കും ഒത്തിരി ആഗ്രഹങ്ങളുള്ളവരാല്ലേ. അപ്പം അതുപോലെ തന്നെയാ ഞാനും. എനിക്കും ഉണ്ടായിരുന്നു ഒത്തിരി ആഗ്രഹങ്ങള്. അതില് ഒന്ന് നമ്മുടെ ഞാൻ 8th 9th പഠിക്കുമ്പോഴാട്ടോ. നമ്മൾ എന്താവണം എന്നുള്ളൊരാഗ്രഹം നമ്മളെല്ലാവരും ചോദിക്കുമല്ലോ. എന്താവണം നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിക്കുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇരുന്നപ്പം എനിക്ക് നേഴ്സ് ആവണം എന്നായിരുന്നു കേട്ടോ ആഗ്രഹം. ചിലപ്പോൾ അതെനിക്ക് ഉണ്ടാവാൻ കാരണം എൻ്റെ ഫാമിലിയിൽ ഒത്തിരി നേഴ്സസ് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഞാനൊരു +2 ഒക്കെ ആയപ്പം എനിക്ക് മനസ്സിലായി അതെന്തോ എനിക്ക് പറ്റിയ പ്രൊഫഷൻ അല്ലെന്ന്. അങ്ങനെ ഞാൻ പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് വന്നിട്ട് GIS GPS ഇൻ ജിയോഗ്രഫിയുടെ ആ ഒരു കോഴ്സ് ചെയ്യണമെന്ന്. പക്ഷേ അതും നടന്നില്ല. പിന്നെ നമുക്കിങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് ഫ്യൂച്ചറിൽ നല്ലതാവുന്നത്, അങ്ങനെ ഗൈഡൻസ് ഒന്നും തരാൻ ആരും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഈ നമ്മൾക്ക് എന്താ പറയാ, ഇതുപോലെ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഏവിയേഷൻ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്. സോ ഞാൻ അതിനകത്ത് ഏവിയേഷൻ ചൂസ് ചെയ്തു. ഏവിയേഷൻ പഠിച്ചു. പിന്നെ വന്നിട്ട് ഞാൻ ഏവിയേഷൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തു ഒരു മാസമൊക്കെ. പക്ഷെ എനിക്ക് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ ജോലി എന്തോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തേത് ഞാനൊരു ട്രാവൽ ഏജൻസി പോയി. ആ ജോലി എനിക്ക് അത്ര എന്നെ ഒന്ന് എനിക്കത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ജോലി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ പോയി. എയർപോർട്ടിൽ ജോലി ചെയ്തപ്പം അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. സെയിം ടൈം എനിക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒത്തിരി എന്താ പറയുക, ഒരു ന്യൂ സ്റ്റാഫൊക്കെ നമ്മളൊരു ന്യൂ ഒരു ദ ബിഗിനിങ് ഓൾവേസ് വിൽ ബി ടഫ്. ആ ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുവൈറ്റ് എയർപോർട്ടിൽ പോയി. അവിടെയും നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടിനേക്കാളും കുറച്ചുകൂടി ഡിഫറൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഞാൻ നന്നായി ചെയ്തു. എല്ലാം നന്നായി ചെയ്യാൻ ട്രൈ ചെയ്തു. അങ്ങനെ അവിടെയും ഈ 10 years ഓഫ് എയർപോർട്ട് എക്സ്പീരിയൻസ് എനിക്ക് ഒത്തിരി ലെസൺസ് തന്നു. ഗുഡ് എക്സ്പീരിയൻസും ബാഡ് എക്സ്പീരിയൻസസും ഉണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ജോലി ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ്. പക്ഷെ ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുന്നു. അപ്പം അങ്ങനെ ആഗ്രഹങ്ങൾ. പിന്നെ എനിക്ക് ക്യാബിൻ ക്രൂ ആവാനും ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. കിട്ടിയില്ല. അപ്പം ഇങ്ങനെ ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും, എന്താ എനിക്ക് ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റും ചിലരൊക്കെ ഇങ്ങനെ ക്യാബിൻ ക്രൂ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് പെട്ടെന്ന് കിട്ടുന്നു ആ ജോലി. ഞാനൊക്കെ ട്രൈ ചെയ്തിരുന്ന സമയത്ത് അത് ഭയങ്കര ടഫായിരുന്നു. ഒത്തിരി പേരെയൊന്നും എടുക്കത്തില്ല. കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ചാൻസ്. പക്ഷെ അതിന് തന്നെ 2000 3000 പീപ്പിൾ ഇൻ്റർവ്യൂവിന് വരും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഈസി പ്രോസസ്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ചില സമയത്തൊക്കെ ഞാൻ ചിന്തിക്കും, എനിക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, എല്ലാം ഭയങ്കര ടഫായിരുന്നല്ലോ, നമ്മൾ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും. പക്ഷേ ഇല്ല, കിട്ടിയില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ആഗ്രഹിച്ചു. എനിക്കൊന്നും ഈസി ആയിട്ട് കിട്ടിയിട്ടുമില്ല. അപ്പം ചില സമയത്ത് ഐ തിങ്ക് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന് ഇന്ന് രാവിലെ ഞാൻ പ്രേ ചെയ്തപ്പം അതിനകത്ത് വന്നതും അങ്ങനെയാ. നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തിട്ട് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമെന്നാ പറയുന്നത്. സോ വിൽ സ്റ്റേ പോസിറ്റീവ്, വിൽ ലുക്ക് ഫോർവേഡ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു.